ഹലോ സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീദേവിയെ തിരികെ എങ്ങനെ ദേവമംഗലത്ത് എത്തിക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ് നമ്മുടെ അച്ഛനും അമ്മയും കൂടെ, നമ്മുടെ ശ്രീദേവിയുടെ അച്ഛനും അമ്മയും. അപ്പൊ ഇനി ലാസ്റ്റ് നമ്മുടെ ശ്രീദേവിയുടെ അച്ഛൻ ഒരു തീരുമാനത്തിലെത്തുകയാണ്. നമ്മുടെ ഉദയഭാനുവിന്റെ കടുത്ത ബുദ്ധിയിൽ, കാഞ്ഞ ബുദ്ധിയിൽ ഒരു തീരുമാനം വരികയാണ്. എന്താണത്? ശ്രീദേവി അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു കള്ള വാർത്ത. ശരിക്കും അത് നുണക്കഥയാണ്. പക്ഷെ അങ്ങനെയും പറഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവിനൊന്ന് തലകറങ്ങി വീണ പോലെ അഭിനയിപ്പിച്ചിട്ട് ഒരു ഡോക്ടറെ കൊണ്ട് ഒരു കള്ള വാർത്തയും ഉണ്ടാക്കിച്ചിട്ട് നമ്മുടെ ഉദയഭാനു ഒരു നാടകം വീണ്ടും തുടരുവാട്ടോ. അപ്പൊ നമ്മുടെ ആനന്ദാണ് നമ്മുടെ ശ്രീദേവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് നമ്മുടെ ഡോക്ടറിനെ കൊണ്ട് നമ്മുടെ ഉദയഭാനു പറയിപ്പിക്കുന്നുണ്ട് ശ്രീദേവി ഗർഭിണിയാണെന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് അച്ഛനും അമ്മയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആനന്ദ് ഒന്നും പിന്നെ തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ. ശ്രീദേവിനെ വീട്ടിലേക്ക് തിരികെ ദേവമംഗലത്തേക്ക് കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ ദേവമംഗലത്തേക്ക് ചെന്ന് അവിടെയും എല്ലാവരോടും ഈ ഒരു സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി ആണെങ്കിൽ ഇത് കേട്ടപാടെ കയ്യിലൊരു വളയെ കൂരി നമ്മുടെ ശ്രീദേവിയുടെ കയ്യിലിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പേരക്കുട്ടിയാണല്ലോ വരാൻ പോകുന്നത്. ആ ഒരു സന്തോഷത്തിലെ ഇനി ഇത് കുറച്ച് പിന്നാലെ പോകെ ഇതറിയും കള്ളഗർഭമാണെന്ന്. അപ്പം ഇനി നമ്മുടെ ശ്രീദേവി എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണാവേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.